6 വർഷമായി എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട്. ഈ 6 വർഷത്തിനിടയിൽ വെറും 4 മാസം മാത്രമാണ് ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ സന്തോഷത്തിലും സമാധാനത്തിലും ശാരീരികമായ സുഖത്തിലും ഞാൻ ജീവിച്ചിട്ടുള്ളത്. അതിനുശേഷം വളരെ പ്രയാസത്തിലും കഷ്ടപ്പാടിലാണ് ഞാൻ ജീവിക്കുന്നത്. ഒരു പെണ്ണിൻ്റെ സങ്കടമാണ്. ഞാൻ ചോദിച്ചു, എന്തു പറ്റി? ആ പെണ്ണ് പറയുന്നത്, തൻ്റെ ഭർത്താവ് താനുമായിട്ട് ശാരീരികമായി ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെടുന്നതിനേക്കാൾ അദ്ദേഹത്തിന് താല്പര്യവും അദ്ദേഹത്തിന് ശാരീരികമായ സുഖവും ലഭിക്കുന്നത് സ്വയഭോഗം ചെയ്യുമ്പോഴാണത്രേ. സുബ്ഹാനല്ലാഹ്, നോക്കൂ നിങ്ങൾ, കല്യാണം കഴിഞ്ഞ് വെറും 6 വർഷം മാത്രമായ ഒരു പെൺകുട്ടിയുടെ സങ്കടമാണ്. തൻ്റെ ഭർത്താവ് തൻ്റെ കൂടെ ശാരീരികമായ ഒരു ബന്ധത്തിനും വരുന്നില്ലത്രേ. വല്ലപ്പോഴും 15 ദിവസത്തിലോ മാസത്തിലോ ഒരിക്കൽ വന്നാൽ വന്നു, അതും ഭർത്താവിന് താല്പര്യമില്ല, എന്തോ ഒരു കടമ പോലെ ചെയ്തു തീർക്കുകയാണെന്നാണ് പറയുന്നത്. കല്യാണം കഴിഞ്ഞ തുടക്കത്തിലെ 2-3 മാസങ്ങൾ വല്ലാത്ത സന്തോഷമായിരുന്നത്രേ. ഞാൻ ഒരു ദിവസം ഭർത്താവിനോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് പറ്റിയത്? ഭർത്താവ് വളരെ ഓപ്പണായിട്ട് പറഞ്ഞത്രേ, എനിക്ക് സ്വയഭോഗം ചെയ്യുന്ന അത്ര സുഖം നിൻ്റെ കൂടെ ബന്ധപ്പെടുമ്പോൾ എനിക്ക് ലഭിക്കുന്നില്ല എന്ന്. അള്ളാഹു അവരുടെ ദാമ്പത്യ ജീവിതം നന്നാക്കി കൊടുക്കട്ടെ. മുഅ്മിനീങ്ങളെ, നമുക്കിടയിലൊക്കെ പല ആളുകളുടെയും ജീവിതത്തിൽ നടക്കുന്ന ചില പ്രയാസങ്ങളാണിത്. ആണായാലും പെണ്ണായാലും സ്വയഭോഗം അധികരിച്ച് കഴിഞ്ഞാൽ അതിൽ മാത്രം ജീവിതം ഒതുങ്ങിക്കൂടുന്ന ചില ആളുകളുണ്ട്. അവർക്ക് ഭർത്താവിൻ്റെ സുഖം വേണ്ട, അല്ലെങ്കിൽ ഭാര്യയുടെ സുഖം വേണ്ട. അവർ ആ സ്വയഭോഗവുമായിട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കുകയാണ്. അത്തരം ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ കല്യാണം കഴിയാത്ത ചെറുപ്പക്കാരോ ചെറുപ്പക്കാരികളോ എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അമിതമായി സ്വയഭോഗം ചെയ്യുന്നവരാണെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങൾ സ്വയഭോഗം നിർത്താൻ ആഗ്രഹിച്ചിട്ടും ആ ഒരു പ്രവണത നിങ്ങളിൽ നിന്നും നിൽക്കാൻ കൂട്ടാക്കുന്നില്ല, അതല്ലെങ്കിൽ എത്ര നിർത്തിയിട്ടും വീണ്ടും വീണ്ടും അത് നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ വേട്ടയാടുന്നുണ്ടെങ്കിൽ, അത് നിർത്താൻ പറ്റുന്ന നല്ല ഒരു അമല് ഞാൻ പറഞ്ഞു തരാം. പല ആളുകളുടെയും സങ്കടങ്ങളും പ്രയാസങ്ങളും കേട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇങ്ങനെ ഒരു അമല് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അള്ളാഹു നമ്മുടെയൊക്കെ ദാമ്പത്യ ജീവിതത്തിൽ വലിയ സന്തോഷവും സമാധാനവും നൽകട്ടെ. പല ആളുകളുടെയും സങ്കടമാണ്. അള്ളാഹു എല്ലാത്തിനും ഒരു പ്രതിവിധി, ഒരു സമാധാനം നൽകട്ടെ. ഇൻഷാ അല്ലാഹ്, സ്വയഭോഗം ചെയ്യുന്ന ആളുകൾ അത് നിർത്താൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇൻഷാ അല്ലാഹ് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നിങ്ങൾ ഒരുങ്ങുകയാണെങ്കിൽ വളരെ നിഷ്പ്രയാസം നമുക്കത് മാറ്റിയെടുക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ്, ഞാൻ ഈ പറഞ്ഞു തരുന്ന അമല് 11 ദിവസത്തെ അമലാണ്. മുടങ്ങാതെ 11 ദിവസം നിങ്ങൾ ചെയ്യുക.